അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ടവരാണ്. അതല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി നബി തങ്ങൾക്കൊപ്പം ഒരു സെക്കൻഡെങ്കിലും ഒരു മിനിറ്റെങ്കിലും ഒരുമിച്ച് കൂടിയവരാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തുള്ള എല്ലാ ജനങ്ങളെക്കാളും അവർക്ക് വലിയ സ്ഥാനമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അതല്ലെങ്കിൽ ഔ മലക്കുൻ, ഒരു മലക്ക് വന്ന് ചോദിച്ചു, മാ തഉദ്ദൂന മൻ ഷഹിദ ബദറൻ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത ആളുകൾ, അവർക്കുള്ള പരിഗണന എന്താണ്, അവരെ എങ്ങനെയാണ് മറ്റുള്ളവർ കാണുന്നത്? ഖാലു, അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി ഖിയാറുന, സ്വഹാബത്ത് പറഞ്ഞു, അവർ ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, ഞങ്ങൾക്ക് അവരോട് വലിയ ബഹുമാനമുണ്ട്, അവർ വരുമ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ഇരിപ്പിടം നൽകാറുണ്ട്, അങ്ങനെ ഞങ്ങൾക്കിടയിൽ ഒരു ബഹുമതിയും ഒരു സ്ഥാനവും അവർക്ക് കൽപ്പിക്കുന്നുണ്ട്. ഖാല കദാലിക ഹും ഇൻദനാ ഖിയാറുൽ മലായിക, അപ്പോൾ ആ മലക്ക് പറഞ്ഞ മറുപടി, ബദറിൽ പങ്കെടുത്ത മലക്കുകളും അങ്ങനെയാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകളും ബദറിൽ പങ്കെടുക്കാത്ത മലക്കുകളുമുണ്ട്. ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പങ്കെടുക്കാത്ത മലക്കുകളെക്കാളും ഒരു പ്രത്യേകമായ സ്ഥാനവും ബഹുമതിയും മറ്റു മലക്കുകൾ വകവെച്ചു കൊടുക്കാറുണ്ട്. വിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പ് നോറ്റ് വലിയ ത്യാഗത്തോടെ അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് ചില സ്വഹാബികൾ അവർക്ക് ഏൽക്കേണ്ടി വന്ന വലിയ തോതിലുള്ള ത്യാഗം, വലിയ കഷ്ടപ്പാട്, എന്തിനു വേണ്ടി? സ്വന്തം കുടുംബത്തിന് വേണ്ടിയോ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല, നേരെ മറിച്ച് ഈ വിശുദ്ധമായ ദീൻ, ആ ദീൻ വിശ്വസിച്ചു എന്ന കാരണത്താൽ വലിയ ത്യാഗം സഹിച്ച സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. അതിൽപ്പെട്ടവരാണ് ബദരീങ്ങൾ. കാരണം ഹിജറ 2-ാം വർഷമാണല്ലോ ബദർ നടക്കുന്നത്. ഇസ്ലാമിൽ ആളുകൾ വളരെ കുറവാണ്. സ്വന്തം പിറന്ന നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഹിജറ പോകേണ്ടി വന്നത്. അപ്പോൾ ഹിജറക്ക് മുമ്പുള്ള സ്വഹാബത്തും ഹിജറക്ക് ശേഷമുള്ള സ്വഹാബത്തും അവർ വ്യത്യസ്തരാണ്. ഇസ്ലാമിൻ്റെ ആരംഭകാലത്തുള്ള സ്വഹാബത്തും അതുപോലെ തന്നെ ഇസ്ലാം മദീനയിലെത്തി വളരെ സന്തോഷകരമായി ഇസ്ലാമിനെ എതിർക്കാനും ആക്രമിക്കാനും ആളുകൾ ധൈര്യപ്പെടാത്തൊരു കാലത്തുള്ള സ്വഹാബത്തും അവർ വ്യത്യസ്തരാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എല്ലാ സ്വഹാബികളും അവർ ഉന്നതന്മാരാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന 1-2 ഹദീസുകൾ നമുക്ക് വായിക്കാം. മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തസുബ്ബു അസ്ഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്, സ്വഹാബത്തിന് നിങ്ങൾ ചീത്ത പറയരുത്. ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ ആ അല്ലാഹുവിനെ തന്നെ സത്യം, ലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ, വലിയ ഉഹദ് മലയുടെ അത്രയും തൂക്കം വരുന്ന സ്വർണം നിങ്ങൾ ചെലവഴിച്ചാലും മാ അദ്റക മുദ്ദു അഹദിൻ വലാ നസ്വീഫഹു,
അത് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൊടുത്തൊരു മുദ്ദ്, ഒരു പിടി ധാന്യം, അതല്ലെങ്കിൽ അരമുദ്ദ്, അതിനോട് ആവാൻ നിങ്ങൾ നൽകിയ സ്വർണം മതിയാവില്ല. അപ്പോൾ നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും അവർ സ്വഹാബിയായി എന്നത് തന്നെയാണ് നമ്മളെക്കാളും ഏറ്റവും ഉന്നതന്മാരായി സ്വഹാബികൾ മാറാനുള്ള കാരണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ലാ തസുബ്ബു അസ്വഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. ഫല മഖാമു അഹദിഹിം സഅ. ആ സ്വഹാബത്തിൽ പെട്ട ഒരാൾ നിബിതങ്ങളോട് സുഹബത്തുണ്ടായി, നിബിതങ്ങൾക്കൊപ്പം ജീവിച്ചു, നിബിതങ്ങളെ കണ്ടു, നിബിതങ്ങൾക്കൊപ്പം ഇരുന്നു, നിബിതങ്ങൾക്കൊപ്പം ഒരു മിനിറ്റ് ചിലവഴിച്ചു. ഇതാണല്ലോ ഒരു സ്വഹാബിയാവാനുള്ള ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം ആ സ്വഹാബി നിന്നു, അല്ലെങ്കിൽ ആ സ്വഹാബി ജീവിച്ചു എന്നത് ഒരു കുറഞ്ഞ സമയം നബിതങ്ങൾക്കൊപ്പം സഹവസിച്ചു എന്നത് ഖൈറും മിൻ അമലി അഹദിക്കും ഉംറ. ആ സ്വഹാബിയല്ലാത്ത ഒരാൾ അവൻ്റെ ജീവിതം മുഴുവനും, അവൻ്റെ ആയുഷ്കാലം മുഴുവനും അവൻ ആരാധനാനിരതനായാലും ആ ആരാധനയെക്കാളും അവൻ ചെയ്ത നന്മകളെക്കാളും ആ ഒരു സമയം മതി. നബിതങ്ങൾക്കൊപ്പം സഹവസിച്ച സമയം, ആ സമയം മതി നിങ്ങളെക്കാളും ഏറ്റവും വലിയവരാവാൻ, ഏറ്റവും ഉന്നതരാവാൻ ആ സ്വഹാബത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗം സഹിച്ച, പ്രയാസങ്ങൾ സഹിച്ച സ്വഹാബത്തിനെ പ്രത്യേകം പറയുന്നുണ്ട്. മറ്റു സ്വഹാബികൾക്കിടയിൽ അവർക്ക് പ്രത്യേകമായ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അവരിൽപ്പെട്ട ആളുകളാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുമയ്യ ബീവി, അതുപോലെ തന്നെ അമ്മാർ റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രത്യേകമായ ഹദീസുകൾ, അവരുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഉള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പെട്ടൊരു ഹദീസാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. നബിതങ്ങളും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ, ഇത് പറയുന്നത് ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഫസ്തഅ്ദന അമ്മാർ ഇബ്നു യാസിർ. ആ സദസ്സിലേക്ക് കയറി വരാൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചു, തങ്ങളോട് അനുവാദം ചോദിച്ചപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇഅ്സനു ലഹു, അമ്മാറിന് നിങ്ങൾ സമ്മതം കൊടുക്കൂ, അമ്മാറിനോട് കടന്നു വരാൻ പറയൂ. മർഹബൻ ബിത്വയ്യിബിൽ മുത്തയ്യബ്. കണ്ടോ, മറ്റാർക്കുമില്ലാത്ത ഒരു അഭിവാദനം, മറ്റാർക്കുമില്ലാത്തൊരു അംഗീകാരം. അത് ഏറ്റവും നല്ലവരിൽ നല്ലവനായ അമ്മാറെ നിനക്ക് സ്വാഗതം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങൾക്ക് പ്രത്യേകമായ സ്ഥാനം സ്വഹാബത്തിൻ്റെ ഇടയിൽ കൊടുത്തിരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ത്യാഗം സഹിച്ച സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഈ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാണ്. എന്താണ് പറയുന്നത്? മലഅ അമ്മാറുൻ ഈമാനുൻ ഇലാ മശാശ. അതായത് അമ്മാറിൻ്റെ രക്തത്തിലും മജ്ജയിലും അമ്മാറിൻ്റെ മാംസത്തിലും അമ്മാറിൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഈമാനുകൊണ്ട് അമ്മാർ നിറച്ചു എന്നാണ്. അല്ലേ? നമ്മൾ പറയില്ല, ഒരു ആശയത്തിൻ്റെ ഏറ്റവും തീവ്രമായി കണിശമായി ഒരു ആശയത്തെ സ്വീകരിച്ച് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആദർശത്തിൽ ഒരു വെള്ളം ചേർക്കാതെ ഒരു വ്യതിചലനവുമില്ലാതെ മുന്നോട്ട് പോകുന്ന അത്ര കടുകട്ടിയുള്ള ആദർശ വിശുദ്ധിയുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ പറയും, അദ്ദേഹത്തിൻ്റെ മജ്ജയിലും രക്തത്തിലും മലിഞ്ഞു ചേർന്നതാണ് ആ ഒരു സംഗതി എന്നുള്ളത്. അല്ലേ? അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ആ സാധനമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ സാധനം കത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭാഷയാണ് അമ്മാർ ഈമാനിനെ അത് നിറച്ചു. അദ്ദേഹത്തിൻ്റെ
രക്തത്തിലും അദ്ദേഹത്തിൻ്റെ മാംസത്തിലും അദ്ദേഹത്തിൻ്റെ എല്ലിലും ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും അദ്ദേഹം ഈമാൻ കൊണ്ട് നിറച്ചു എന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരം ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ത്യാഗങ്ങൾ സഹിച്ച സ്വഹാബത്തിനെ കുറിച്ച് നമുക്ക് ഈ റമളാനിൽ അനുസ്മരിച്ച് പോകണം. കാരണം അപ്പോഴാണ് നോമ്പെടുത്ത് ബദർ യുദ്ധത്തിന് പോയ ആ രണാങ്കണത്തിൽ ജീവാർപ്പണം നടത്തിയ സ്വഹാബത്ത്, അവരുടേത് കൂടിയാണ് റമളാൻ. അവർ കൂടിയാണ് ഈ വിശുദ്ധമായ ഈ റമളാൻ നമ്മിലേക്ക് എത്തിച്ചു തന്നത്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഈമാൻ കൊണ്ട്, അവരുടെ ഈമാനിൻ്റെ പവർ കൊണ്ട് അള്ളാഹു നമുക്കും നല്ല ഈമാൻ അള്ളാഹു ശക്തി നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.